അല്ല, മാധ്യമങ്ങൾ ഇത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഒരു 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 നടി സിനിമാ രംഗത്ത് തന്റെ കഴിവ് പ്രകടിപ്പിക്കണം, രക്ഷപ്പെടണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു നടി ഒരു പരാതി പറയുന്നു, അല്ലെങ്കിൽ ആക്ഷേപം പറയുന്നു, അത് അടുത്ത ദിവസം പരാതിയായി മാറുന്നുണ്ട്. ഇപ്പോൾ എന്താ പറയുക, മിനു ഒക്കെ ഇന്ന് കൂട്ടപരാതിയാണ് നൽകിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ബംഗാളി നടി ശ്രീലേഖ മിത്ര നൽകിയ പരാതി, അവർക്ക് പരാതിയായി രേഖാമൂലം തന്നെ രഞ്ജിത്തിനെതിരെ നൽകിയിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതല്ലേ ചെയ്യേണ്ടത് മാധ്യമങ്ങൾ? അത് മാത്രമല്ലേ ചെയ്യുന്നുള്ളൂ? തീർച്ചയായിട്ടും അതാണ് ചെയ്യേണ്ടത്. ഞാൻ എല്ലാ മാധ്യമങ്ങളെയും അടച്ച് ആക്ഷേപിച്ച് പറയുന്നതല്ല. പക്ഷേ കുറച്ച് ജഡ്ജ്മെന്റൽ ആയി പോകുന്നുണ്ടോ എന്നാണ് ഞാൻ പറയുന്നത്. കുറച്ചൊരു പ്രജുഡിസ്ഡ് മനോഭാവം മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ 2-3 ദിവസങ്ങളിൽ എന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാനൊരു മാധ്യമങ്ങളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല. എല്ലാ പരാതികളും മുഖവിലക്ക് എടുക്കേണ്ടതാണ്, എല്ലാ പരാതികളും അന്വേഷിക്കേണ്ടതാണ്. അതിന് കൃത്യമായ ഒരു പരാതി പോലീസിൽ കൊടുക്കാതെ തന്നെ അന്വേഷിക്കണം എന്നുള്ള അഭിപ്രായവുമാണ് എനിക്ക്. പക്ഷേ ഇതിന്റെ നിജസ്ഥിതികളെ ഇന്നലെ തന്നെ ഞാൻ പല മാധ്യമങ്ങളിലും നമ്മൾ പരാതിയുമായിട്ട് വന്ന ആൾക്കാരെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും ഞാൻ കണ്ടു. അതും മാധ്യമങ്ങൾ ചെയ്യേണ്ടതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. പരാതി കൊണ്ടുവന്ന ഒരാളെ ക്രോസ് ചെക്ക് ചെയ്യുന്നതും മാധ്യമങ്ങൾ ചെയ്യേണ്ടതല്ല. അത് നിയമത്തിന്റെ വശത്ത് നടക്കേണ്ട കാര്യങ്ങളാണ്. മാധ്യമങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും ഒരാളുടെ വെളിപ്പെടുത്തലുകൾ ജഡ്ജ്മെന്റൽ അല്ലാതെ ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട്. അതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ടത്. തീർച്ചയായും അത് വിധി പ്രസ്താവിക്കേണ്ടത് മാധ്യമങ്ങളൊന്നുമല്ല. വിധി നടത്തേണ്ടതും ശിക്ഷ നടപ്പാക്കേണ്ടതും ഒന്നും മാധ്യമങ്ങളുടെ ചുമതലയല്ല. അവരത് അർഹിക്കുന്നുമില്ല, അവർക്കതിന് അധികാരമില്ല എന്ന് തന്നെ കാണണം. പക്ഷേ ഒരു നടി ഇപ്പോൾ ചിലപ്പോൾ എക്സ്ട്രാ നടിയായിരിക്കും, അല്ലെങ്കിൽ സിനിമയിൽ അത്ര താരമായി മാറിയിട്ടില്ലാത്തൊരു നടിയായിരിക്കും. അവർ പറയുന്ന ഒരു കാര്യത്തിന് അതുപോലൊരു ബലം കൊടുക്കേണ്ടതല്ലേ? അവർക്കൊരു പക്ഷേ പറയാനൊരു മാധ്യമം, അവരുടെ ഒരു മാധ്യമം വേണമല്ലോ, അവർക്ക് മുന്നിൽ ഒരു മൈക്ക് എത്തണമല്ലോ അവർക്ക് പറയാൻ. തീർച്ചയായിട്ടും ഞാൻ അത് കംപ്ലീറ്റ്ലി അഗ്രി ചെയ്യുന്നു. അത് ആരാണെങ്കിലും, അതൊരു വലിയ നായികയാണെങ്കിലും ചെറിയ നായികയാണെങ്കിലും ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും അവനവന് സുരക്ഷിതമല്ലാത്ത ഒരു തൊഴിലിടത്തിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ ഉള്ള ഊർജം ഹേമ കമ്മിറ്റി നൽകിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ട് ഞാൻ കാണുന്നു. എനിക്ക് ഒരിക്കലും മലയാള സിനിമയിലുള്ള ഈ ഒരു പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തെങ്കിലും തരത്തിൽ നെഗറ്റീവായിട്ട് ബാധിക്കുമോ എന്നുള്ള യാതൊരുവിധ പേടിയുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ ഫിക്സ് ചെയ്യാണ്, നമ്മൾ കാര്യങ്ങൾ ക്ലീൻ ചെയ്യാണ്. നമ്മൾ മലയാള സിനിമയിലെ കോണ്ടന്റ് എത്രത്തോളം ലോകം ആഘോഷിക്കുന്നു അതുപോലെ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു മലയാള സിനിമയാണ്, ഒരു തൊഴിലിടമാണ് നമുക്കുള്ളത് എന്ന് നാളെ നമ്മൾ ആഘോഷിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത്തരം ഒരു മൂവ്മെന്റും വളരെ അപ്രിഷിയേറ്റിംഗ് ആണ്. ഞാൻ ജസ്റ്റ് പറഞ്ഞത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഡയറക്ട്ലി കരി വാരി എറിയുന്ന സമയത്ത് സംഭവിക്കാവുന്ന ചില കൊളാറ്ററൽ ഡാമേജസ് ഉണ്ട്. അതിനെക്കുറിച്ച് മാത്രമാണ് ഞാൻ മെൻഷൻ ചെയ്തത്.